ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം. ലഹരി മാഫിയകൾ കേരളത്തിൽ അഴിഞ്ഞാടുന്ന സ്ഥിതിവിശേഷമാണെന്ന് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത്. കേരളത്തിൽ അനുദിനം ഓരോ ദിവസവും നമ്മൾ പത്രങ്ങളെടുത്താലും ദൃശ്യമാധ്യമങ്ങളെടുത്താലും ലഹരി മാഫിയകൾ കേരളത്തിലെമ്പാടും അഴിഞ്ഞാടുന്നതിന്റെ കണക്കുകളും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സംഭവവികാസങ്ങളുമാണ് ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമുക്ക് കേരളത്തിൽ കാണുന്നത്. അപ്പം മകനെ വെട്ടിക്കൊല്ലുന്നു, അമ്മയെ വെട്ടിക്കൊല്ലുന്നു, സഹോദരിയെ വെട്ടിക്കൊല്ലുന്നു. എന്തൊക്കെയാണോ ഈ നാട്ടിൽ നടക്കുന്നതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഇതെല്ലാം ആണെങ്കിൽ പോലും ഇതിനെയൊക്കെ നിയന്ത്രിക്കേണ്ട സർക്കാർ ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് നാട്ടിൽ കാണാൻ കഴിയുന്നത്. ഇതിനെ ആരാണ് തടുക്കേണ്ടത്? ആരാണ് നിയന്ത്രിക്കേണ്ടത്? ആരാണ് ഇത് നിരോധിക്കേണ്ടത്? അതിന് ഉത്തരവാദിത്തപ്പെട്ടത് എക്സൈസും പോലീസും സർക്കാരുമാണ്. എന്തുകൊണ്ട് അവരിത് തികഞ്ഞ അലംഭാവം കാണിക്കുന്നു? കേസുകൾ എടുത്താൽ പോലും നിമിഷ നേരം കൊണ്ട് പ്രതികളെ ഇറക്കിക്കൊണ്ടുവന്ന് സംഭവവികാസങ്ങൾ നമുക്ക് കാണുന്നത്. ഇതൊന്നും നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഇതിനെതിരെ ലോക മനസാക്ഷി ഉണരണം. എല്ലാ മേഖലകളും, വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലുമുള്ള തൊഴിൽ മേഖലയിലാണെങ്കിലും മറ്റു മേഖലയിലാണെങ്കിലും പൊതുസമൂഹത്തിന്റെ എല്ലാ തുറകളിലും ആവശ്യമായ അവയർനെസ് ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ നടത്തി ജനങ്ങളെ ഇതിൽ നിന്ന് നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുന്ന നടപടികൾക്ക് സർക്കാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പോലീസും എക്സൈസ് വിഭാഗവും ജനങ്ങളും ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് ഇറങ്ങി ഇതിനെതിരെ ശക്തമായ പ്രതികരണം സൃഷ്ടിച്ചുകൊണ്ട് ലഹരി മാഫിയകളിൽ നിന്നും ലഹരിയിൽ നിന്നും ജനത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് വിനയത്തിൽ മനസ്സിലാക്കിയത്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം നമുക്ക് ഒന്നോ രണ്ടോ വാക്കിൽ ഒതുക്കാൻ കഴിയില്ല. ഒരുപാട് ഘടകങ്ങളിൽ ടച്ച് ചെയ്ത് ആ വിഷയം സംസാരിക്കാൻ കഴിയും. എന്നാലും ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ കലയും സ്പോർട്സും കൊണ്ട് ലഹരിയെ പ്രതിരോധിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള ഒരു മാർഗം. വളർന്നു വരുന്ന തലമുറയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുക. അതാണ് ലഹരിയെ പ്രതിരോധിക്കാൻ ഏറ്റവും ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല കാര്യം.